ഹലോ സുഹൃത്തുക്കളെ, ഞാൻ സാജു. നമ്മളിന്നൊരു വ്യത്യസ്തമായ യാത്രയാണ്. കാറ്റ് തേടിയുള്ള യാത്ര. വൃശ്ചികക്കാറ്റ്. നമ്മുടെ അവിടെ വൃശ്ചിക മാസമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിൽ നല്ല കാറ്റ് വീശും. ഒരു 2-3 മാസം. ഇത് മണ്ണുത്തിയിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങി മണ്ണുത്തി എത്തി. ഈ കാറ്റ് എവിടെ നിന്നാണ് പറഞ്ഞതെന്ന് ആർക്കെങ്കിലും അറിയും? അതിൻ്റെ ഉറവിടം തേടിയുള്ള യാത്രയാണ്. വൃശ്ചിക മാസം. അതുപോലെ തന്നെ ഇത് കണ്ടത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ പടിയാണ്. അപ്പോൾ ഈ ഭാഗത്താണ്. ഞാനിവിടെ അഗ്രികൾച്ചറിൽ മുമ്പ് 2 കൊല്ലം വർക്ക് ചെയ്തിട്ടുണ്ട്. തോട്ടപ്പടി സെൻ്ററാണത്. നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ പുറപ്പെട്ടു. ഇതെല്ലാവർക്കും അറിയാൻ പറ്റും. നമ്മൾ പലപ്പോഴും പാലക്കാട് ഭാഗത്തേക്ക് പോകുമ്പോൾ, കിഴക്കോട്ട് പോകുമ്പോൾ, തൃശ്ശൂരിൽ നിന്ന് കിഴക്കോട്ട് പോകുമ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ പാലം പോലെ നീല കളറിൽ പെയിൻ്റ് അടിച്ചിട്ടുള്ള വാണിയമ്പാറ അക്വഡേറ്റ്. പലരും വിചാരം ഇതിൻ്റെ മേലയിലൂടെ വണ്ടിയായിരിക്കും, പാലായിരിക്കും, പൈപ്പായിരിക്കും എന്നൊക്കെയാണ്. ഇതിൻ്റെ മേലയിലൂടെ ശരിക്ക് വെള്ളമാണ് ഒഴുകുന്നത്. പീച്ചി ഡാമിൽ നിന്നുള്ള ഇറിഗേഷൻ വാട്ടറാണ് ഇതിൻ്റെ മുകളിലൂടെ. കനാലാണത്, റോഡിൻ്റെ മുകളിലൂടെ. അപ്പോൾ ഞങ്ങളതിൻ്റെ മുകളിലേക്ക് കയറി. കുറേ നാളായിട്ട് വിചാരിക്കുകയാണ് ഇതിൻ്റെ മുകളിൽ എന്താണെന്ന് കാണണമെന്ന്. പലപ്പോഴും ഇതോടെ പോകുമ്പോൾ വിചാരിക്കും, സാധിക്കാറില്ല, സമയം ഉണ്ടാവാറില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിർത്തി അതിൻ്റെ സൈഡിൽ കൂടെ അങ്ങോട്ട് കയറി. അപ്പം ഞാനും സുധേഷുമാണ് യാത്ര. ഞങ്ങൾ ബൈക്കിലാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് എന്തായാലും ഇത് കണ്ടിട്ട് തന്നെ കാര്യം. ഇപ്പോഴും കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. ചുവന്ന മണ്ണിലാണ് അക്വഡേറ്റ്, എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ചുവന്ന മണ്ണിൽ ഇപ്പോൾ വെള്ളം തുറന്നു വിട്ടിട്ടില്ല ഈ അക്വഡേറ്റിൽ. ബീച്ചിൽ നിന്ന് ഇറിഗേഷൻ വാട്ടറുകൾ കനാൽ വഴി തുറക്കുമ്പോഴാണ് ഇതോടെ വെള്ളം വരിക. അപ്പോൾ ഇതിൽ വെള്ളം നിറഞ്ഞ് ഇപ്പോൾ അടുത്ത കാലത്താണിത് വൈറലായത് സോഷ്യൽ മീഡിയയിൽ. അതുവരെ അധികം ആൾക്കാർക്കൊന്നും അത് അറിയില്ലായിരുന്നു. എന്തായാലും ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഹൈവേ വ്യൂ ഒക്കെ ആസ്വദിക്കാം, കുളിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലധികം വെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ കുട്ടികൾ നീന്തലും ഒക്കെ വീഡിയോയിൽ കണ്ടിരുന്നു. പിന്നെ അപ്പം ഞങ്ങൾ അവിടെ നിന്നും കടന്ന് ഞങ്ങൾ കുതിരാൻ തുരങ്കം എത്തിയിരിക്കുകയാണ്. തുരങ്കത്തിൻ്റെ അവിടെയൊക്കെ ചെടികൾ മഞ്ഞ കോളാമ്പി പൂത്ത് നല്ല ഭംഗിയായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തുരങ്കം ക്രോസ് ചെയ്യാണ്. അങ്ങനെ ഞങ്ങൾ ഇത് എവിടേക്കാണ് പോകണമെന്നറിയാം. പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ ഇത് ഒരു വനപാതയാണെന്ന് തോന്നും. ഇത് കണ്ട ആനയെ സൂക്ഷിക്കുക എന്നുള്ള ബോർഡൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഫോറസ്റ്റ് വിജ്ഞാന കേന്ദ്രം, വനവിജ്ഞാന കേന്ദ്രം. ഒരു നിബിഡ വനത്തിലൂടെ കടന്നു പോകുന്ന പ്രതീതിയാണ്. വനം തന്നെയാണ്, പക്ഷെ നമ്മുടെ കുതിരാൻമല ലക്ഷക്കണക്കിന് വണ്ടികൾ കടന്നു പോയിരുന്ന ഇതാ നമ്മുടെ കുതിരാൻ ധർമ്മശാസ്ത്ര ക്ഷേത്രം. എത്ര അയ്യപ്പന്മാർ തൊഴാൻ വേണ്ടി ഇവിടെ വണ്ടി നിർത്തി കടന്നു പോകുന്നവരൊക്കെ നേർച്ച അർപ്പിച്ച് നാണയത്തൊട്ടുകൾ സമർപ്പിച്ച് കടന്നു പോയിരുന്ന വഴിയായിരുന്നു എന്നറിയാം. അപ്പോൾ ഒരാളും ഇല്ല, അനക്കവും ഇല്ല. വളരെ ശാന്തമായ ഒരു വന ക്ഷേത്രം പോലെ നിൽക്കുകയാണ്. അവിടെ മുരുകൻ്റെ ഒരു വലിയ പ്രതിമയുണ്ട്. അതുപോലെ മഹാവിഷ്ണു, അയ്യപ്പൻ, ഗണപതി ഒക്കെ പ്രതിമകൾ കാണാം. വളരെ സൈലൻ്റായിട്ട് ആണ് കേട്ടോ. അപ്പം ഞാൻ
ഇതും നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നതാണ് പണ്ടത്തെ വഴിക്കൊന്ന് വരണമെന്ന്. ഇപ്പം ഇന്ന് എന്തായാലും നമ്മൾ കാറ്റ് അന്വേഷിച്ചുള്ള യാത്രയാണല്ലോ. അപ്പം ഇന്ന് ഇവിടെയും കയറി അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും കിഴക്ക് ലക്ഷ്യമാക്കിയുള്ള യാത്ര. നമ്മുടെ തൃശ്ശൂർ കിഴക്കൻ കാറ്റ് എന്നാണ് പറയുക. കിഴക്കൻ കാറ്റ്, അതുപോലെ തന്നെ വൃശ്ചികക്കാറ്റ്, അതുപോലെ ക്രിസ്തുമസ് സമയങ്ങളിൽ വരുന്ന കാറ്റായതുകൊണ്ട് ക്രിസ്തുമസ് കാറ്റ് എന്ന് പറയും. അങ്ങനെ പാലക്കാടൻ കാറ്റെന്ന് പറയും. പല പേരുകളിലാണ് അറിയപ്പെടുക. അപ്പോൾ ശരിക്ക് നമ്മൾ പാലക്കാട് ഭാഗത്തേക്ക് തന്നെ പോയിക്കൊണ്ടിരിങ്ങനെ പാലക്കാട് നിന്ന് ചന്ദ്രനഗർ എത്തി. അവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്ത് കൽപ്പാത്തി മുണ്ടൂര് വഴി കല്ലടിക്കോടൻ ഭാഗങ്ങളിലേക്ക് എത്തിയാണ്. കല്ലടിക്കോടൻ മലനിരകളാണ് ആ കണ്ടത്. സത്രങ്കാവ്, കാഞ്ഞിക്കുളം, പനയമ്പാടം, കരിമ്പ, ഇടക്കുറിശി. അങ്ങനെ ഇടക്കുറിശിന്ന് വലത്തോട്ട് തിരിഞ്ഞ് നമ്മൾ ശിരുവാണി മലനിരകളാണ് കാണുന്നത്. ശിരുവാണി മലനിരകൾ എന്ന് പറയാൻ പറ്റില്ല, ഇതിനപ്പുറത്താണ് ശിരുവാണി. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള മലനിരകളാണത്. അങ്ങനെ ഇപ്പം ഏതാണ്ട് റൂട്ട് പിടികിട്ടിയല്ലോ. കാഞ്ഞിരപ്പുഴ, ശിരുവാണി ഡാമുകൾ വഴിയുള്ള യാത്രയാണ്. ഞാനിവിടെ 2 വർഷം ശിരുവാണി മലമുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവിടെയും കാറ്റ്, കാഞ്ഞിരപ്പുഴയുടെ അടുത്ത് ഞങ്ങൾ കാറ്റ് നോക്കിയാൽ കാണാം. ഈ കാറ്റ് ശരിക്കും തൃശ്ശൂർ കഴിഞ്ഞ് ചാലക്കുടി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവാറില്ല. അങ്കമാലിയിലേക്കൊന്നും ഈ കാറ്റ് ഉണ്ടാവാറില്ല. പക്ഷെ ഇപ്പോൾ ശരിക്കും നമ്മുടെ തൃശ്ശൂർക്ക് തന്നെ എത്തില്ലേ ആവണു. മണ്ണുത്തി വരെയൊക്കെ, മണ്ണുത്തിയിൽ നല്ല കാറ്റുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നിന്നാണ് ഇതിൻ്റെ ഉറവിടം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2 കൊല്ലം ശിരുവാണി മലമുകളിലെ ഒരു റിസോർട്ടുമായി ബന്ധപ്പെട്ട് 2 വർഷം വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ കറക്റ്റ് ഈ വൃശ്ചിക മാസം ആകുമ്പോൾ ഇവിടെ ഭയങ്കര കാറ്റാണ്. വൃശ്ചിക മാസത്തിൽ ആരംഭിച്ച് ഒരു ജനുവരി വരെ ഉണ്ടാവും. ജനുവരി, ഫെബ്രുവരി ആദ്യത്തെ ആഴ്ചയോടുകൂടി അത് പതുക്കെ കാറ്റ് നിൽക്കും. അതേ കാറ്റ് തന്നെയാണ് നമ്മുടെ തൃശ്ശൂർക്ക് വരിക. അപ്പോൾ കാഞ്ഞിരപ്പുഴ ഡാം എത്തിയിരിക്കുകയാണ്. കാഞ്ഞിരപ്പുഴ വളരെ നല്ല സ്ഥലമായിട്ടാണ്. നമുക്കൊരു 1 ഡേ ഒക്കെ തൃശ്ശൂരിൽ നിന്ന് പോകാൻ പറ്റിയ സ്ഥലമാണ്. ഡാമിലേക്കുള്ള എൻട്രി ആണിത്. ഞാൻ മുന്നത്തെ പല ഇതിലും ഈ ഡാമിൻ്റെ ഭാഗങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇത് അവിടെ നിന്ന് കുറച്ചുകൂടി പോകുമ്പോൾ ഡാമിൻ്റെ സ്പിൽവേ കഴിഞ്ഞ് വെള്ളം പോകുന്നതിൻ്റെ മുകളിലൂടെയുള്ള പാലം, ബ്രിഡ്ജ് വഴി നമ്മൾ കടന്നു പോകും. ബസ് റൂട്ടാണ്. ഈ വഴി നേരെ ശിരുവാണിയിലേക്കാണ്. വളരെ നല്ലൊരു വ്യൂ ആണ്. കണ്ട മലകളൊക്കെ കാണാം. കരിമല, കൂമ്പൻ, പാണ്ടൻ, തുമ്പി, അങ്ങനെ പല പേരുകളാണ്. അത് ഈ കാണുന്ന ഈ ആനയുടെ ഷേപ്പിൽ കാണുന്നൊരു മലയുണ്ട്, അത് വാക്കോടൻ. അങ്ങനെ പല, ഞാനിവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഈ മലകളുടെ പേരൊക്കെ അത്യാവശ്യം അന്ന് നാട്ടുകാർ പറഞ്ഞ് മനസ്സിലാക്കിയതാട്ടാണ്. ഇപ്പോൾ ഇവിടെ ശരിക്ക് ഒരു 2 ഷട്ടർ തുറന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ചുകൂടി ഞങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ നമ്മളിപ്പോൾ റൂട്ടിലൂടെ കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ അവിടെ കുറച്ച് ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഡാമിൻ്റെ വ്യൂ. അവിടെ വെള്ളം, ഒരു സ്പിൽവേ, ആ ഷട്ടർ തുറന്ന് വെള്ളം വരുന്നത് കാണാം. ആ ഡാമിന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന ആ മലയിലാണ് ശിരുവാണി ഞാൻ വർക്ക് ചെയ്ത റിസോർട്ട്. മലയുടെ മുകളിലാണ് വൈൽഡ് വാദി റിസോർട്ട് എന്ന് പറഞ്ഞ ഒരു 10-12 കോട്ടേജൊക്കെ ഉള്ള റിസോർട്ടാണ്. വെള്ളം നല്ലോണം ഉണ്ട്. ഈ കൊല്ലം നല്ല മഴ പെയ്തല്ലോ, അതുകൊണ്ട് തന്നെ ഡാമൊക്കെ ഫുള്ളായിട്ട് കിടക്കുകയാണ്. ഇത് അതിൻ്റെ ഇപ്പുറത്ത്, നമ്മൾ ആ റോഡിൻ്റെ ഇപ്പുറത്ത് നിന്നുള്ള വ്യൂ ആണ്. ഇതാണ് വാക്കോടൻ എന്ന് പറഞ്ഞാൽ ആനയുടെ ഷേപ്പിലുള്ള മല. അപ്പം ഇതിൻ്റെ അപ്പുറത്ത് ശരിക്കും പില്ലറല്ല ഈ ബ്രിഡ്ജ്. നമ്മൾ ഫുൾ ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വലിയ വലിയ പൈപ്പുകൾ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പം അധികം വെള്ളം പുറത്തേക്ക് വീഴാത്തതുകൊണ്ട് ആ പൈപ്പുകൾ കൃത്യമായിട്ട് കാണാൻ പറ്റും. പല സിനിമകളിലും ഈ വ്യൂ ഉണ്ട്, പലയിടത്തും ഈ വ്യൂ കാണാവുന്നതാണ്.
അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോവാണ്. ഇതാണ് കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ വ്യൂ പോയിന്റ്. ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ കാണാനുള്ള വ്യൂ പോയിന്റാണ്. വളരെ മനോഹരമായ, ഞാൻ മുന്നത്തെ ശിരുവാണി പോയ വീഡിയോയിലൊക്കെയുള്ള വ്യൂ ആണിത്. അത് പല സീസണിൽ പല ടൈപ്പിലായിരിക്കും. ഇവിടെ വാക്കോടം കാണാം. അവിടുന്ന് ഇപ്പോൾ ഒരു പള്ളിയുണ്ട് നേരെ ബാക്കിൽ. ഇതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ റോഡ് കടന്നു പോകുന്നത്. വളരെ രസകരമായൊരു വ്യൂ ആണിത്. അങ്ങനെ ഞങ്ങൾ പതുക്കെ പാലക്കയം കഴിഞ്ഞ് നോക്കുമ്പോൾ തന്നെ കാറ്റുണ്ട്. കാറ്റ് ഞങ്ങൾ ഈ വന്ന വഴിയിൽ മുഴുവൻ ഉണ്ട്. അതില്ലാതിരിക്കില്ലല്ലോ. നമ്മളിതിൻ്റെ ഉറവിടം നോക്കിയിട്ടുള്ള യാത്രയാണല്ലോ. അവിടെ മലകൾ കാണാം. കൂമ്പൻ, പാണ്ടൻ, തുമ്പി എന്നൊക്കെ പറയുന്ന മലകൾ. അങ്ങനെ കുറച്ച് നേരം അവിടെ വിശ്രമിച്ചു. ഞങ്ങൾ ഭക്ഷണം കഴിച്ച് അവിടെ കുറച്ച് നേരം ഇരുന്നു. ഭക്ഷണം വരുന്ന വഴി ഒരു ഹോട്ടലിൽ നിന്ന് കഴിച്ച് അപ്പോൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് വീണ്ടും മുന്നോട്ടാണ്. അപ്പോൾ അവിടെ ഒരു കുളക്കോഴി പോലെ ഒരു കൊക്ക്, അത് ഈ പൊന്തക്കാടിൻ്റെ ഉള്ളിൽ നിന്ന് അതിനെന്തോ ആക്രമിച്ചിട്ടുണ്ടാരോ, ചിറക് ഒടിഞ്ഞ പോലെ ആയിട്ടുണ്ട്, പറക്കാൻ സാധിക്കില്ല. ഈ വഴി നേരെ ശിരുവാണി കാടുകളിലേക്കും തുടർന്ന് ഡാമിലേക്കാണ്. ആ കാണുന്നതാണ് ശിരുവാണി മലനിരകൾ. അതിലപ്പുറം തമിഴ്നാടായി. അങ്ങനെ ഞങ്ങൾ മെയിൻ കാറ്റിൻ്റെ സ്പോട്ടിലെത്തി. ഇതാണ് ഈ ഡാമിൻ്റെ ശിരുവാണി ഡാമിലേക്കുള്ള ചെക്ക് പോസ്റ്റിൻ്റെ ഭാഗമാണ്. ഈ ഭാഗത്ത് തന്നെയാണ് ഈ വൈൽഡ് വാലി റിസോർട്ടും. അപ്പോൾ അവിടെ നിന്നുള്ള ഈ കാഞ്ഞിരപ്പുഴ ഡാമിൽ നിന്ന് തിരിഞ്ഞ് ഇത് കണ്ടത് റിസോർട്ടിലേക്കുള്ള വഴിയാണ്. ഈ ഭാഗത്ത് ഭയങ്കര കാറ്റാണ്. ഞാൻ ഈ 2 വർഷം വരുമ്പോഴും ഇവിടെ എപ്പോഴും ഭയങ്കര കാര്യം പറഞ്ഞാൽ ചൂളം വിളിച്ചുകൊണ്ടുള്ള ഭയങ്കര ഹുങ്കാര ശബ്ദത്തോടു കൂടിയുള്ള കാറ്റാണ്. രാത്രി മേലെ നിന്നിട്ട് പേടിച്ചു പോയിട്ടുണ്ട് അത് കാറ്റിൻ്റെ സൗണ്ട് കേട്ടത്. ഇവിടേക്ക് എങ്ങനെയാണ് എവിടെ നിന്നാണ് വരണതെന്ന് അറിയില്ല. ഈ ഭാഗത്തു നിന്നാണ്. ഇതാണ് ഇതിൻ്റെ മാക്സിമം പോയിന്റ്. ഇപ്പം നമ്മുടെ ഈ 2025 നവംബർ അവസാനമാണ് നമ്മുടെ യാത്ര. ഇപ്പം നമ്മുടെ തൃശ്ശൂരൊക്കെ കാറ്റ് കുറച്ച് ദിവസം ഉണ്ടെങ്കിലും ഇവിടെ ഭയങ്കര ഹെവി ആയിട്ട് തന്നെയാണ്. ഇവിടെ എല്ലാ ദിവസവും പതിവുള്ളത്. ഇപ്പോൾ കുറവാണ്, ചൂളം വെളിയില്ല. ആ കാണുന്നതാണ് ശിരുവാണി. അതിൻ്റെ അപ്പുറമാണ് ശിരുവാണി ഡാം. അതിൻ്റെ അപ്പുറം തമിഴ്നാടാണ്. അങ്ങനെ ഞങ്ങളുടെ കാറ്റ് തേടിയുള്ള യാത്ര ശിരുവാണിയിൽ അവസാനിച്ചിരിക്കുന്നു. ഒരു വിരസമായ ദിവസം ബൈക്കെടുത്ത് ഇറങ്ങിയതാണ് കാറ്റ് ആസ്വദിക്കാൻ. എപ്പോഴും കാറ്റ് വീശിക്കൊണ്ടിരിക്കുക. ഇവിടെ ഇപ്പോഴും നല്ല എപ്പോഴും വീശിക്കൊണ്ടിരിക്കും. ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ഷെയർ ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു. അങ്ങനെ ഈ കാറ്റ് വീശി ഇത് ഇനിയും ശക്തി പ്രാപിക്കും. ഡിസംബറോടുകൂടി ഈ കാറ്റ് ശരിക്കും തൃശ്ശൂർ കഴിഞ്ഞ് ചാലക്കുടി വരെ എത്തും.